തൃശൂർ പൂശിനിപ്പാടത്ത് വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം ഉണ്ടായത്. അതായത് കരുവന്നൂർ സ്വദേശിയായ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഓട്ടോ ടാക്സിയുമായി ഭാര്യയുമൊത്ത് സഞ്ചരിക്കുകയായിരുന്നു. ആ സഞ്ചരിക്കുന്നതിനിടയിൽ പൂച്ചിനിപ്പാടം ജംഗ്ഷനിൽ വെച്ച് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്ന് സ്കൂട്ടറിൽ ഈ മർദ്ദിച്ച ജിതിൻ വരുന്നുണ്ടായിരുന്നു. ജിതിൻ്റെ സുഹൃത്തുമാണ് ആ ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നത്. ആ സ്കൂട്ടർ ഇവരുടെ എതിർദിശയിൽ ആയി ഓട്ടോ ടാക്സി വന്നതോടുകൂടി സ്കൂട്ടർ റോഡിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ ഓട്ടോ ടാക്സി മറ്റു വാഹനത്തിനെ മറികടന്നതിനാൽ തന്നെ റോങ് സൈഡിലുമായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. അതായത് ജിതിൻ ഈ ഓട്ടോ ടാക്സിക്കാരനെ അസഭ്യം പറയുകയും തിരിച്ച് ഈ മുഹമ്മദ് അലി തിരിച്ചു പറയുകയും ഒക്കെ തന്നെ ചെയ്തു. ഒടുവിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ കൂടുമെന്ന ഒരു സാഹചര്യമായപ്പോൾ ജിതിൻ അവിടെ നിന്ന് വാഹനം നീക്കി ഈ ഓട്ടോ ടാക്സി ഡ്രൈവറായ മുഹമ്മദ് അലിയുമായി വീണ്ടും കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിച്ച സമയത്ത് ഈ മുഹമ്മദ് അലി ഈ ജിതിനെ മർദ്ദിച്ചു. അതിനുശേഷം ജിതിൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് മുഹമ്മദ് അലിയെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മുഖത്തും തലയ്ക്കും മുഹമ്മദ് അലിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അവിടെ കൂടിയിരുന്ന നാട്ടുകാരൊക്കെ ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. മുഹമ്മദ് അലിയുടെ പരാതിയിൽ തൃശൂർ ചേർപ്പ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജിതിനെ മുഹമ്മദ് അലിയുടെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസെടുത്ത് ജിതിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജിതിൻ നേരത്തെ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചില കേസുകളിൽ, അതായത് ഒരു അടിപിടി കേസിലും കൂടാതെ കഞ്ചാവ് ബീഡി വലിച്ച കേസിലും നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസുകളിലൊക്കെ തന്നെ പ്രതിയാണ് ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഒരു നിസാര തർക്കം, അതായത് സംസാരിച്ച് തീർക്കാവുന്ന ഒരു തർക്കം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും അത് പിന്നീട് അറസ്റ്റിലേക്കും റിമാൻഡിലേക്കും ഒക്കെ കാര്യങ്ങൾ ചെന്നെത്തുകയാണ് ഉണ്ടായത്. എല്ലാവരും നോക്കി നിൽക്കെ നട്ടുച്ചയ്ക്ക് ഏകദേശം 2:30 ഈ സംഭവം ഉണ്ടാകുന്നതും. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.